പൂവിലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു. കണ്ടോ, ഇത്രയും ഭാഗങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ പോയി എല്ലാ ഇതൊക്കെ കണ്ടോ ഇതുപോലെ ആയിപ്പോയി പൂവൊക്കെ. പിന്നെ ഇതുമൊക്കെ നമുക്ക് മഴ കൊണ്ടതിൻ്റെ ആകാം ഇങ്ങനെ ആയിപ്പോയത്. ഇന്നലെ കൊണ്ടുവരുമ്പോഴൊക്കെ നല്ല ഫ്രഷ് പോയി. പൂവൊന്നും ആയിട്ടില്ല. ഇതുപോലെ നല്ല ഫ്രഷ് പൂവായിരുന്നു. ആയി വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ. ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പോയി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് ഇത് കളയാൻ നമുക്ക് ഈ പൂവൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ആരും ഒന്നും വിചാരിക്കുന്നത് തീരെ സമയമില്ല. എനിക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകണം. ആകെ ഉറങ്ങുന്നതാണ്. അതിന് മുന്നേ പൂക്കളെടുത്ത് വെക്കണം. അതുകൊണ്ട് ചെറിയൊരു പൂക്കൾ ഒരുക്കിയിട്ട് നമുക്ക് തട്ടിക്കൂട്ടി ഒരുക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നമുക്ക് നാളെ അതിന് മാത്രം കുറച്ച് വലുതായിട്ടിടാം. സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതിനൊരിതാണ്. സാധാരണ നമ്മളിങ്ങനെ നല്ല പൂക്കളിടാറ് വലുതായിട്ടിടും. പിന്നെ ഈ പൂവൊക്കെ മുറിച്ച് നല്ല ഇതൊന്നും കാണാതെ രീതിയിൽ മുറിച്ച് നല്ല സെറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. പക്ഷെ അതിനൊന്നുള്ള സമയം തീരെയില്ല. ഒന്നാമത് വാവ ഇന്നലെ രാത്രി ഉറങ്ങാൻ ലേറ്റായി. അപ്പോൾ നമ്മൾ എഴുന്നേക്കാൻ അതിൻ്റേതായ ഒരു ലേറ്റായി. തലേന്ന് പൂവൊന്നും മുറിച്ചിട്ടില്ലായിരുന്നു. കുഞ്ഞു പൂക്കളം എടുക്കാം. പൂക്കളം ഇട്ടാൽ മതിയല്ലോ. വലുതായാലും ചെറുതായാലും പൂക്കളമാണല്ലോ. അച്ഛൻ കാണണ്ട ഇത്രയും പൂക്കൾ ഇട്ടിട്ട് പോകുന്നത്. എൻ്റെ അമ്മക്ക് ഒരു ബുദ്ധിയാണ്. പകുതി ഓരോ കള്ളിയിലിട്ടാൽ നല്ല രസം ഉണ്ടാവില്ലേ, അതുപോലെ ഇടാന്ന് പറഞ്ഞു. ചെറുതാണെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ലേ, നമുക്ക് അതുപോലെ ആക്കാം. ഇതാണ് കേട്ടോ എൻ്റെ സിമ്പിളായിട്ടുള്ള പൂക്കളാണ്. നല്ല സിമ്പിളായിട്ടുള്ള പൂക്കളാണ് നമ്മൾ ഒരുക്കിയത്. ഇവിടെ ഇങ്ങനെ നടുവിട്ട് വെച്ചു.
ചേച്ചി ഇഷ്ടപ്പെട്ടു. ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താനായപ്പോൾ ഓണപ്പൊട്ടിനെ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഓണപ്പൊട്ടിനെ നേരിൽ കാണുന്നത്. അങ്ങനെ വണ്ടി നിർത്തി ഓണപ്പൊട്ടിന് പൈസ കൊടുത്തു. ഓണപ്പൊട്ടിനെ ഒരു പൊട്ടൊക്കെ തൊട്ട് തന്നു. അതുപോലെ ബാവയും ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഓണപ്പൊട്ടിനെ കാണുന്നത്. ഞങ്ങളുടെ നാട്ടിലൊന്നും ഓണപ്പൊട്ടിനില്ല, മാവേലി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓണപ്പൊട്ടിനെയൊക്കെ കണ്ടു വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ ഋതു ഉറങ്ങുമായിരുന്നു. എന്നാലും ഋതുവിന് ഞാനൊന്ന് ജസ്റ്റ് ഞാൻ എടുക്കുമ്പോൾ തന്നെ ബാബ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ ഋതുവിനൊന്ന് ഓണപ്പൊട്ടനൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഹസ്ബൻഡ് വീട്ടിലെത്തി ഞാൻ കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തില്ല. ഭക്ഷണം കഴിക്കുന്നതും അവിടെ നിന്ന് ഇറങ്ങുന്നത് മാത്രമാണ് വീഡിയോ എടുത്തില്ല. കാരണം അവിടെ അങ്ങനെ എല്ലാവർക്കൊന്നും വീഡിയോയിൽ ഇങ്ങനെ വരുന്ന ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ വീട്ടിലെടുത്തിട്ടില്ല. ഇതാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്. ഹസ്ബൻഡ് നാട്ടിലില്ല, അപ്പോൾ സിംഗപ്പൂരാണുള്ളത്. അതുകൊണ്ട് ആണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ രാവിലെ തന്നെ പോയി. നമ്മളവിടെ പോകുമ്പോഴത്തേക്ക് അമ്മയുടെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ രാവിലെ എനിക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചു. കുറേ ടൈം നമ്മളൊരു 11 മണിയാകുമ്പോൾ അവിടെ എത്തി കേട്ടോ ഏകദേശം. പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ നാട്ടിൽ സദ്യ ഉണ്ടാകും, പക്ഷേ നമ്മൾ ഈ ചിക്കൻ, മീൻ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഓണത്തിന് നമ്മൾ ഇങ്ങോട്ട് അധികം അങ്ങനെയാണ്. ഓരോരുത്തർ കാണുമ്പോൾ അതൊരു ഇതായിരിക്കും. പക്ഷെ നമ്മൾ കൂടുതലധികം ഇങ്ങോട്ട് ഇവിടെ ഒക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ നിന്നു. പിന്നെ ഭക്ഷണത്തിന് അവിടെ പായസം ഉണ്ടായിരുന്നു, പ്രധാനമായിരുന്നു. എല്ലാം ഇവിടെ വീട് ഉൾപ്പെടുത്തിയില്ല. ഇതൊക്കെയാണ് നമ്മൾ ഉത്രാടത്തിൻ്റെ പ്രത്യേകതകൾ. പിന്നെ വാവന് അധികം ഭക്ഷണമൊന്നും അങ്ങനെ കൊടുക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ അവൾക്ക് നമ്മൾ ചോറ് കൊടുക്കില്ല. 8 മാസമായതിനായി അവർക്ക് ചോറ് കൊടുക്കില്ല. അപ്പം അവൻ്റെ പപ്പ വരുന്നുണ്ട്, അതിനുവേണ്ടി ചോറ് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളൊന്നും അങ്ങനെ കൊടുക്കില്ല. ജസ്റ്റ് പായസം പച്ചരി വാങ്ങി കൊടുക്കുക അത്രമാത്രം. ഇതൊക്കെയാണ് നമ്മുടെ ഉത്രാടത്തിലെ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ. ഹാപ്പി ഓണം ടു ഓൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.